ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു A4 ഫ്രെയിം എങ്ങനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ അതിനു മുമ്പേ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് ഇറക്കാം. അപ്പോൾ നമ്മളിന്നൊരു A4 ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം A4 ഫ്രെയിം വാങ്ങിയിട്ടുണ്ട്. A4 ഫ്രെയിമിൽ 2 ഐറ്റം ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഗ്ലാസ് ഫ്രെയിം, അതുപോലെ തന്നെ അക്രിലിക് ഫ്രെയിം. ഗ്ലാസ് ഫ്രെയിമാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറ്, അതുകൊണ്ട് ഇത്തവണ നമ്മളൊന്ന് മാറ്റി പിടിച്ചാലെന്ന് വിചാരിച്ചിട്ട് അക്രിലിക് ഫ്രെയിം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അക്രിലിക് ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീണ് കഴിഞ്ഞാൽ പൊട്ടൂല, അതുപോലെ തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ സുഖമാണ്. ഡെലിവറി ചെയ്യണമൊക്കെ നമ്മൾ ദൂര സ്ഥലത്തേക്കൊക്കെ ഡെലിവറി അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അക്രിലിക് ഫ്രെയിമാണ് കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒരു ഓർഡർ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു A4 ഫ്രെയിമായിരുന്നു അയക്കാണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അത്രയും കെയർ ചെയ്ത് അയച്ചിട്ടും അത് അവസാനം അവിടെ എത്തിയപ്പോഴേക്ക് പൊട്ടിപ്പോയി. പക്ഷേ കസ്റ്റമർ ഒരു വാല്യുബിൾ കസ്റ്റമർ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു സാറില്ല പറഞ്ഞു. പക്ഷേ ഇൻഷാ അല്ലാഹ് ഞാനതൊന്ന് തിരിച്ച് അയച്ചു കൊടുക്കുക, അവർക്ക് ഒരു അക്രിലിക് ഫ്രെയിം ആക്കിയിട്ട് ഞാൻ അയച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദൂര സ്ഥലത്തേക്ക് അയക്കുമ്പോൾ പ്രത്യേകിച്ച് അക്രിലിക് ഫ്രെയിം ആക്കാൻ ശ്രദ്ധിക്കുക. എനിക്കന്ന് അതിനെപ്പറ്റി ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇനി അയക്കുമ്പോൾ ഞാൻ അക്രിലിക് ഫ്രെയിമാണ് അയക്കാമെന്ന് വിചാരിക്കുന്നത്. അക്രിലിക് ഫ്രെയിം എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെ വിചാരം ക്ലിയർ ഉണ്ടാവില്ല എന്നൊക്കെയാണ്. പക്ഷെ ഞാനും അതുപോലെ തന്നെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം പറയാലോ, അക്രിലിക് ഫ്രെയിമാണ് ഏറ്റവും നല്ലത്. ക്ലാരിറ്റിയിൽ അത്രയും ക്ലാരിറ്റിയാണ്. നമ്മൾ ഗ്ലാസ് ഫ്രെയിം ഇടുന്ന പോലെ തന്നെയാണ്, മനസ്സിലാവുകയില്ല. അപ്പോൾ അക്രിലിക് ഫ്രെയിം കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ സെറ്റിങ്ങിലോട്ട് അടക്കാം. അപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് അതിൽ 2 ഷീറ്റ് ഉണ്ടാവും, 2 സൈഡിലും. അതൊന്ന് പീൽ ചെയ്തെടുക്കാനുണ്ടാവും. അത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ A4 ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തതല്ല. എനിക്ക് കസ്റ്റമർ അവർ ട്രിപ്പ് പോയ ഫോട്ടോ തന്നിട്ട് പ്രിൻറ്റ് തന്നിട്ട് എന്നോട് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ കാര്യം എളുപ്പമായി. അപ്പോൾ അവസാനം നമ്മൾ ആദ്യത്തെ ഫ്രെയിം റെഡിയാക്കി സെറ്റാക്കി നമുക്ക് അടുത്തത് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ എനിക്കതറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഇനി ഞാൻ എന്ത് ഐറ്റം വീഡിയോസാണ് ഇടുന്നത്, നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണുള്ളത്, അതായത് A4 ഫ്രെയിം സെറ്റിങ്, മിനി ഫ്രെയിം സെറ്റിങ്, അല്ലെങ്കിൽ A3 ഫ്രെയിം, ഈ ഫ്രെയിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്കതിനുള്ളൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എന്നോടൊന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഫ്രെയിം അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഷീറ്റൊക്കെ റെഡിയാക്കി ഫ്രെയിം അതിലോട്ട് വെച്ച് കൊടുത്തു, ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിന്ന് ഡെലിവറി ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ നേരിട്ട് വന്ന് വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.